ഹായ് ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി പോർഷനാണ്. 2015 കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് കേരള PSC നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ അക്കൗണ്ടിംഗ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോസിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ള 2 വീഡിയോ പാർട്ട് 1 പാർട്ട് 2 വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പോയിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബഡ്ജറ്റ് ഈസ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. മീൻസ് ബഡ്ജറ്റിനെ കുറിച്ച് താഴെ പറയുന്നത് എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ എക്സെപ്റ്റ് ഒരു കാര്യം മാത്രം എന്താണ് റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റോങ് ആയിട്ട് പറഞ്ഞതിനെ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ബി എ സിസ്റ്റം ടു ഇൻറ്റഗ്രേറ്റ് ദി ഓപ്പറേഷൻസ് ഫോർ ഫ്യൂച്ചർ ആക്ടിവിറ്റി. സി എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. ഡി എ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതാണ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയെല്ലാം ബഡ്ജറ്റിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചർ പ്രോഫിറ്റിനെ എൻഷുർ ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രോഫിറ്റിനെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ബഡ്ജറ്റിനെ കുറിച്ച് കറക്റ്റ് ആണ്. ജസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കുക. എ സിസ്റ്റം ടു ഇൻറ്റഗ്രേറ്റ് ദ ഓപ്പറേഷൻസ് ഫോർ ഫ്യൂച്ചർ ആക്ടിവിറ്റി. ഫ്യൂച്ചർ ആക്ടിവിറ്റീസിലെ എല്ലാ ഓപ്പറേഷൻസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് ബഡ്ജറ്റ്. കറക്റ്റ് ആണ്. എ ഫിനാൻസിങ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫിനാൻസിങ് പ്ലാൻ ആണ്. അതും കറക്റ്റ് ആണ്. ഡി എന്താണ്? എ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ്. ഇൻറ്റേർണൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ. എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following would be consistent with the more aggressive approach to financing working capital? അപ്പോൾ താഴെ പറയുന്നവയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അഗ്രസീവ് അപ്രോച്ച് മീൻസ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ എ, ഫിനാൻസിങ് ഷോർട്ട് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം നീഡ്സിനെ ഷോർട്ട് ടേം ഫണ്ട്സ് വെച്ചിട്ട് ഫിനാൻസ് ചെയ്യാണ്. ബി, ഫിനാൻസിങ് പെർമനൻറ്റ് ഇൻവെൻട്രി ബിൽഡപ്പ് വിത്ത് ലോങ് ടേം ഡെപ്റ്റ്. പെർമനൻറ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി ബിൽഡപ്പ് ലോങ് ടേം ഡെപ്റ്റുമായിട്ട് ഫിനാൻസ് ചെയ്യുന്നു. സി, ഫിനാൻസിങ് സീസണൽ നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. സീസണൽ നീഡ്സ് ഷോർട്ട് ടേം ഫണ്ട്സുമായിട്ട് ഫിനാൻസ് ചെയ്യുന്നു. ഡി, ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. അപ്പോൾ ലോങ് ടേം നീഡ്സ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് യൂസ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, കണ്ടാൽ തന്നെ അറിയാം, ഓപ്ഷൻ ഡി ആണ്. ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഒരു ലോങ് ടേമിലേക്കുള്ളൊരു നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അതിന് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്യാണ്. അത് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോണ്ടേനിയസ് ഫിനാൻസിങ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് സ്പോണ്ടേനിയസ് ഫിനാൻസിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഫിനാൻസിങ് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് റെഗുലർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ബിസിനസ്സിന് റെഗുലർ ആയിട്ടുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഹാപ്പൻ ചെയ്യുന്ന റെഗുലർ ആയിട്ട് വരുന്ന ഫിനാൻസിങ്ങിനെയാണ് സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് സോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബിൽസ് പേയബിൾ ആണ്, അക്കൗണ്ട്സ് പേയബിൾസ് ആണ്. ക്രെഡിറ്റ് ഫ്രം സപ്ലയേഴ്സ് നിന്ന് ലഭിക്കുന്ന ബിൽസ് പേയബിളും അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, വേജ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതെല്ലാമാണ് സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷനിൽ നോക്കുക, ബിൽസ് പേയബിളോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ ഉണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് ഫിനാൻസിങ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്ഷൻ ബി ഷോർട്ട് ടേം ലോൺസ്, ഓപ്ഷൻ സി അക്കൗണ്ട്സ് പേയബിൾ, ഓപ്ഷൻ ഡി പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ്. അപ്പോൾ ഇവിടെ ആൻസർ ഉറപ്പായിട്ട് എന്താണ്? ഓപ്ഷൻ സി അക്കൗണ്ട്സ് പേയബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ
എന്താണ് താഴെ പറയുന്നതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതാണ്. ഓപ്ഷൻ എ വേരീസ് വിത്ത് സീസണൽ നീഡ്സ്. സീസണൽ നീഡ്സുമായിട്ട് വേരി ചെയ്യുന്നതാണോ? വേർഡ് മീനിങ് വെച്ച് തന്നെ ഉറപ്പായിട്ട് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഒരിക്കലും അത് സീസണൽ നീഡ്സ് വെച്ച് ഡിഫറെൻ്റ് ആവില്ല. നെക്സ്റ്റ് ബി ഇൻക്ലൂഡ്സ് ഫിക്സഡ് അസെറ്റ്. ഫിക്സഡ് അസെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് അസെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സി പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേരീസ് വിത്ത് സീസണൽ നീഡ്സ്. ബി ഇൻക്ലൂഡ്സ് ഫിക്സഡ് അസെറ്റ്സ്. സി is the amount of current assets required to meet a firm's long-term minimum needs. D includes account payable. അപ്പം വർക്കിംഗ് ക്യാപിറ്റലിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തായിരിക്കില്ല, സീസണൽ ലീഡ്സിന് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതിൻ്റെ വേർഡ് മീനിങ് തന്നെ ഉണ്ട്, പെർമനന്റ് ആണ് ആ വർക്കിംഗ് ക്യാപിറ്റൽ, ഒരിക്കലും അത് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ഫിക്സഡ് അസെറ്റ്സ് ഒരിക്കലും എന്തിൽ വരില്ല, വർക്കിംഗ് ക്യാപിറ്റൽ വരില്ല. അപ്പം ആ ഒരു ആൻസർ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതും ഇൻകറക്റ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസെറ്റ്സ് റിക്വയർഡ് ടു മീറ്റ് എ ഫേംസ് ലോങ് ടേം മിനിമം നീഡ്സ്. ഒരു ഫേമിൻ്റെ ലോങ് ടേം മിനിമം നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കറണ്ട് അസെറ്റ്സിൻ്റെ എമൗണ്ടിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ്. താഴെ പറയുന്നവയിൽ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓപ്ഷൻ എ പ്രിലിമിനറി എക്സ്പെൻസസ്. ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഡി ഗുഡ് വിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ അസെറ്റ്സ് വിച്ച് ഹാവ് നോ ടാഞ്ചിബിൾ എക്സിസ്റ്റൻസ്. ടാഞ്ചിബിൾ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ബട്ട് ആർ റെപ്രസെൻറ്റഡ് ആസ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന അസെറ്റ്സിനെയാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസെറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പെൻസസ് സ്റ്റാർട്ടിങ് എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ നെറ്റ് ലോസ് ഓഫ് എ കമ്പനി, പ്രൊമോഷണൽ ഓർ മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ലോസ് ഇൻകേർഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇവയൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസെറ്റ് ആണ്. ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് മീൻസ് നെറ്റ് ലോസ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഫിക്റ്റീഷ്യസ് അസെറ്റ് ആണ്. ഗുഡ് വിൽ ഒരു ഫിക്റ്റീഷ്യസ് അസെറ്റ് അല്ല. അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ് വെർ ഫ്ലോ ഓഫ് ഫണ്ട് ഒക്കർ. ഫണ്ടിൻ്റെ ഫ്ലോ ഒക്കർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് മീൻസ് ക്യാഷ് ആണ്. ബോർഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസ് ഉറപ്പായിട്ടും ഫ്ലോ ഓഫ് ഫണ്ട് ആണെന്ന് പറയാം. അപ്പോൾ നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓപ്ഷൻ എ transactions involving current liabilities and non-current liabilities. B transactions involving current assets and non-current assets. C transactions involving current assets and non-current liabilities. D all the above. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണം അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡിൽ ഒരു കറണ്ട് കാറ്റഗറി ആയിട്ടും മറ്റേ സൈഡിൽ ഒരു നോൺ കറണ്ട് കാറ്റഗറി ആയിട്ടും ആയിരിക്കാം. മീൻസ് ഒരു സൈഡിൽ കറണ്ട് ലയബിലിറ്റി ഒരു കറണ്ട് അസെറ്റ്സ് ആവാം, മറ്റേ സൈഡിൽ എന്താവണം നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് അസെറ്റ്സ് ആവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡിൽ കറണ്ട് കാറ്റഗറി ആയിട്ടും മറ്റേ സൈഡിൽ നോൺ കറണ്ട് കാറ്റഗറി ആയിട്ടും ആണെങ്കിലും അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ആ ഒരു രീതിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വീതം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ആണിത് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ എന്താണ് കറണ്ട് ഐറ്റം മീൻസ് കറണ്ട് കാറ്റഗറിയിലെ ഐറ്റവും അതുപോലെ തന്നെ നോൺ കറണ്ട് കാറ്റഗറിയിലെ ഐറ്റം ആണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്താണ് ഫ്ലോ ഓഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്.
സെക്കൻഡ് ബി ഓപ്ഷൻ എന്താണ്, ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. ഇതും രണ്ട് കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. നെക്സ്റ്റ് സി ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. സെയിം റീസൺ ആണ്. അപ്പം ഈ മൂന്ന് ട്രാൻസാക്ഷൻസ് എന്താണ്, ഫ്ലോ ഓഫ് ഫണ്ട് ഒക്കർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അസറ്റ് ഷുഡ് ബി ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടേം സോഴ്സ്. ലോങ് ടേം സോഴ്സ് വെച്ച് ഫിനാൻസ് ചെയ്യേണ്ട അസറ്റ്സ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫിക്സഡ് അസറ്റ്സ് ഓൺലി. ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ടെമ്പററി കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ സി ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ ഡി ടെമ്പററി ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യേണ്ടത് ലോങ് ടേം എക്സിസ്റ്റൻസ് ഉള്ള അസറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, ഓപ്ഷൻ സി ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സും അതുപോലെ തന്നെ പെർമനന്റ് കറണ്ട് അസറ്റ്സും നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത് ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കമ്പനിയുടെ സോൾവൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫിക്സഡ് അസറ്റ്സും പെർമനന്റ് കറണ്ട് അസറ്റ്സും ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how will you treat the share forfeited account while preparing balance sheet of a company? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ടിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആഡ് വിത്ത് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ബി ഡിഡക്ട് ഫ്രം ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. സി ഷോൺ അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ്. ഡി ഷോൺ അണ്ടർ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആഡ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡീഫോൾട്ടിംഗ് ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യുകയും മീൻസ് ക്യാൻസൽ ചെയ്യുകയും അവർ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട്, ആ ഷെയറിൻ്റെ മുകളിൽ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട് ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഈ ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് തന്നെയാണ്. ഷെയറിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് തന്നെയാണ്, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് റീഇഷ്യൂവിന് ശേഷം മാത്രമേ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ബാലൻസ് ഷീറ്റിൽ ചെയ്യുക. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ ആവുന്നത്, ആഡ് വിത്ത് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. താങ്ക് യു.